അപ്പോൾ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ നാലാമത്തെ വ്ളോഗാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സ് നമ്മൾ കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നത് ക്ലീൻ ചെയ്യണമെന്ന്. ടൈമും കാര്യങ്ങളൊന്നും നമുക്ക് അന്ന് അഡ്ജസ്റ്റ് ആവാത്തതുകൊണ്ട് തന്നെ നമുക്കൊന്ന് സമയം കിട്ടുന്നില്ലായിരുന്നു. എന്തായാലും നമുക്കിതിപ്പം ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഒരു ടൈം കിട്ടി. അപ്പോൾ നമ്മളിന്ന് മൊത്തം ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ്. അതുമല്ല ഇത് ക്ലീൻ ചെയ്യാൻ നമുക്ക് വേറൊരു കാരണങ്ങളുണ്ട്. എന്തായാലും ഞാനത് വഴിയെ പറയാം. എന്തായാലും നമുക്കിപ്പോൾ ഈ ഒരു നെറ്റ് മാറ്റി നമുക്ക് നമ്മുടെ ടാങ്ക് ഒന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു നെറ്റ് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ ഒരു കാട് പിടിച്ച് എന്താ പറയുക നല്ലപോലെ ഉറച്ചിരിക്കുവാണ്. നമുക്ക് നെറ്റിൽ നിന്ന് മാറ്റാൻ തന്നെ കുറച്ച് പാട് പെട്ടും. മൊത്തം ഈ വള്ളിച്ചെടിയൊക്കെ പടർന്ന് കയറി നമ്മുടെ ആ ഒരു നെറ്റ് മൊത്തം കവർ ചെയ്ത് കയറുക. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ പഴയ ഒരു മീനെയൊക്കെ പിടിക്കുന്ന ചെറിയ നെറ്റുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ലോക്കായിട്ട് മൊത്തം കുരുങ്ങിയിരിക്കുവാണ്. എന്തായാലും അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്കിത് മാറ്റണം. പിന്നെ നമ്മൾ ഇതിനകത്ത് നട്ടു കൊടുത്ത പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിൽ നിന്ന് നല്ല കിളിച്ചിറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ നെറ്റിൻ്റെ പുറത്തേക്ക് അത് നല്ല രീതിയിൽ തന്നെ കിളിച്ച് പടർന്നിട്ടുണ്ട്. അങ്ങനെ ഇവിടെ കുരുങ്ങി കിടന്ന ആ ഒരു നെറ്റ് നമ്മൾ എങ്ങനെയൊക്കെയോ വലിച്ച് പറിച്ച് മാറ്റി. എന്തായാലും ഫുള്ള് വള്ളിച്ചെടി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു നെറ്റ് പിന്നെ നമ്മൾ തിരിച്ചിടാൻ നേരം ഫുള്ള് ഒന്ന് മാറ്റിയിട്ടെല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്കിടാൻ. എന്തായാലും നമ്മൾ ഈ ഒരു വള്ളിച്ചെടിയാണ് നമ്മൾ ഈ ഒരു നെറ്റ് ഫുള്ള് കവർ ചെയ്ത് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇഷ്ടം പോലെ പറമ്പ് ഫുള്ള് ഇതാണ് കണ്ട. നമ്മുടെ അപ്പുറത്ത് ആരുമില്ലാത്തൊരു പറമ്പിൽ നിന്ന് കയറി ഇങ്ങനെ പടർന്ന് കയറുന്നത്. അപ്പോൾ അത്ര വെട്ടിക്കളഞ്ഞാലും പിന്നെയും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതെന്തായാലും അതൊരു മൂലയ്ക്ക് കിടക്കട്ടെ, അത് നമുക്ക് പിന്നെ ക്ലീൻ ചെയ്തെടുക്കാം. എന്തായാലും നമുക്കിനിയിപ്പോൾ നമ്മുടെ ഈ ഒരു ടാങ്കിൽ നമ്മൾ കുറുകെ വെച്ചേക്കുന്നത് ഈ ഒരു ഷീറ്റിൻ്റെ ചെറിയൊരു പീസുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ആ ഒരു വലയൊന്ന് താങ്ങി നിർത്താൻ വേണ്ടി നമ്മൾ വെച്ചിരുന്നായിരുന്നു സപ്പോർട്ടിനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് സൈഡിലോട്ട് ഒതുക്കിയിട്ട് നമുക്ക് നമ്മുടെ ടാങ്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അപ്പോൾ എല്ലാം മാറ്റിയപ്പോഴത്തേക്കും നമ്മുടെ ടാങ്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നിടത്താണ് നമ്മുടെ ഈ ഒരു ടാങ്ക് ഇരിക്കുന്നത്. അതുകൊണ്ടുള്ള ഒരു മെയിൻ പ്രശ്നമാണ് നമ്മുടെ ഈ ഒരു ടാങ്കിലൊക്കെ മെയിനായിട്ട് ആൽഗി ഒരുപാടങ്ങാവും. ഈ ഒരു ടാങ്ക് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ ഒരുപാട് ഈ ആൽഗി നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ അവിടെ ഇവിടെയും ചെറിയ ഒരു സ്പേസ് ഉള്ളിടത്താണ് നമ്മുടെ മീനൊക്കെ നിൽക്കുന്നത്. മീനുണ്ടോയെന്ന് തന്നെ അറിയത്തില്ല, കുറച്ചെണ്ണത്തിനൊക്കെ കാണുന്നുണ്ട് അവിടെ ഇവിടെ ആയിട്ടൊക്കെ. എന്തായാലും ഈ ഒരു സാധനം നമ്മുടെ ടാങ്കിലുള്ളത്തോളം കാലം നമ്മുടെ മീനും ബുദ്ധിമുട്ടായിരിക്കും, അല്ല നമ്മുടെ ടാങ്കും കാണാൻ ഒരു ഭംഗി കാണത്തില്ല. നമ്മൾ ആ ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്ന മറ്റേ പ്ലാന്റ്സ് മാത്രമായിരുന്നു നമ്മുടെ ടാങ്കിൽ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം ഛർദ്ദിച്ചിട്ടേക്കുന്ന പോലൊരു ഫീലാണ് നമ്മുടെ ടാങ്ക് കാണുന്നത്. അപ്പോൾ ഈ ഒരു ആൽഗെ വന്നു കഴിഞ്ഞാൽ ഒരുപാടങ്ങ് പടരും, നമ്മുടെ ആ ഒരു ചെടിയെ പോലും അത് ബാധിക്കും. അപ്പോൾ നമ്മുടെ ചെടി അത് ഭയങ്കരമായിട്ട് ചെടിയെ മൊത്തം കവർ ചെയ്തങ്ങ് നിൽക്കും. ഇതെന്നാൽ പിന്നെ വലിച്ചു പറിച്ചെടുത്ത് കളയാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചെടി മൂടോടാണ് വരുന്നത്. അപ്പോൾ അത് പിന്നെ നമുക്ക് മൊത്തം വലിച്ചെടുക്കാനല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ പറിക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ വരുന്നുണ്ട്, അല്ലാതെ നമ്മുടെ ചെടിയിൽ നല്ല രീതിയിൽ തന്നെ കവർ ചെയ്ത് നിൽപ്പുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പ്ലാന്റ് മൊത്തത്തിലേ ഇതിനകത്ത് നിന്നെല്ലാം മാറ്റി നമുക്ക് ഫുള്ള് വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് ഫുള്ള് നമുക്ക് ഇനി അടുത്ത വെള്ളം നിറയ്ക്കണം. അപ്പോൾ അടുത്ത വെള്ളം നിറച്ചിട്ട് നമ്മൾ നല്ല അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള ആ ഒരു പായലൊന്നും അധികം കയറാത്ത ചെടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. വേണമെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ചെടിയിൽ നിന്ന് നമുക്ക് ആ ഒരു പായലിനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയൊക്കെ എടുക്കാം. പക്ഷേ അത് ഒരുപാടധികം ടൈം പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ആൽഗയെ പിടിക്കാത്ത കുറച്ച് ചെടിയും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ നമ്മൾ തൽക്കാലത്തേക്ക് നമ്മുടെ ചെടിയൊക്കെ പറിച്ചിട്ട് നമ്മുടെ റിങ്ങിൻ്റെ ടാങ്കിലോട്ടാണ് ഇടുന്നത്. ഈ പ്ലാന്റ്സൊക്കെ വലിച്ച് പറിച്ചെടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ വെറുതെ പായായിട്ട് നിൽക്കുന്ന കുറേ ചെടികൾ ഇതിനകത്തിനുണ്ടായിരുന്നു. അത് നമ്മൾ നട്ടൊന്നും കൊടുത്തതല്ല. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ആ ഒരു വള്ളിച്ചെടിയൊക്കെ ഇങ്ങനെ പടർന്ന് കയറി വന്ന് ഇതിനകത്ത് കയറി നല്ലപോലെ വെയിലൊക്കെ ഉറച്ചങ്ങ് നീക്കുക കുറേയൊക്കെ. അങ്ങനെ എന്തായാലും നമ്മുടെ ടാങ്കിൽ നിന്ന് നമ്മൾ ചെടികളെല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ മീനുകളെല്ലാം പിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ നോക്കിയപ്പോഴത്തേക്കും കുറച്ച് മീനെ ഉള്ളായിരുന്നെങ്കിലും നമ്മൾ ആ ഒരു പായലൊക്കെ ഒന്ന് മാറ്റിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതിനകത്ത് മീനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം ഒരു ടാങ്കിലേക്ക് വന്ന് നോക്കിയപ്പോഴത്തേക്കും അവിടെ എവിടെയായിട്ട് ചെറിയ സ്പേസ് ഉള്ളിടത്ത് ചെറുതായിട്ടൊക്കെ മീൻ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വലിയ ആക്ടിവിറ്റി ഒന്നും കാണുന്നില്ലായിരുന്നു നമ്മുടെ ഗപ്പികളുടെ. അപ്പം നമ്മളിത് ജസ്റ്റ് മാറ്റിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിനകത്ത് മീനെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അതപ്പം നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങളും ഒരുപാട് വലുതും ഒക്കെ ആയിട്ട് കുറേ മീനുകളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിനും നമ്മൾ പിടിച്ചത് ഈ ഒരു കാണുന്ന ബക്കറ്റിലേക്ക് നമ്മൾ ആക്കിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ആദ്യം ഈ ഒരു ടാങ്കിലേക്ക് വന്ന് നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് എണ്ണിയെടുക്കാവുന്ന അത്ര മീനുകളെ നമ്മൾ അന്നേരം കണ്ടിട്ടുള്ളായിരുന്നു. എന്തായാലും അതെല്ലാം മാറ്റി ആ ഒരു പായലും ചെടികളും എല്ലാം മാറ്റിയപ്പോഴത്തേക്കും നമുക്ക് കിട്ടിയ മീനുകളെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ടാങ്കിൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടാങ്കിൻ്റെ അറ്റത്തൊക്കെ കുറേയധികം പായലൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് അടുത്ത വെള്ളം നിറയ്ക്കുന്നതിന് മുന്നേ ഒന്ന് ഉരച്ചൊന്ന് വിടണം. അപ്പോൾ ഉരച്ച് വിടാൻ വേണ്ടി നമ്മളിവിടെ എടുക്കുന്നത് ജസ്റ്റ് വാഴയുടെ ഉണങ്ങിയ ഇലയാണ്. അപ്പോൾ ആ ഒരു ഇല ജസ്റ്റ് നമ്മൾ കുറച്ചിങ്ങനെ പിച്ചെടുത്തിട്ട് ഇതേപോലെ ചുരുട്ടി അങ്ങോട്ട് വെച്ചിട്ട് നമ്മൾ നല്ലപോലെ ഉരച്ച് കഴുകിയെടുക്കാൻ പോകണം. അങ്ങനെ അതിൽ നിന്ന് വെള്ളം വെച്ച് തന്നെ നമ്മളൊന്ന് കഴുകി ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കഴുകി സെറ്റാക്കി കഴിഞ്ഞ് നമ്മൾ ആ ഒരു വെള്ളം മൊത്തം അതിന് വലിച്ചു കളഞ്ഞു. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തേച്ച് വരച്ച് നമ്മൾ ആ ഒരു പായലൊക്കെ കട്ടിക്കുന്നിടമൊക്കെ നമ്മളൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ചെടി നട്ടു കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പായൽ പിടിക്കാത്ത കുറച്ച് ചെടികളുണ്ട്. അപ്പോൾ ആ ഒരു ചെടിയുടെ ചെറിയ പോർഷനൊക്കെ നമുക്കിതുപോലെ പിച്ചി കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതേപോലെ തിരിച്ച് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കിളിച്ച് കയറിക്കോളും. ഏകദേശം ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ലപോലെ പടർന്നും കയറും.
അപ്പോൾ ആ ഒരു ചെടി നമ്മൾ കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരാതിരിക്കാൻ ജസ്റ്റ് കുറച്ച് ഓടും കഷ്ണമൊക്കെ അതിൻ്റെ മണ്ടയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന നമ്മൾ സാധാ തോട്ടിൽ നിന്ന് എടുത്തൊരു ചെടിയാണ്. ഇതെന്തായാലും നമ്മൾ ഒരെണ്ണേ വെച്ച് കൊടുക്കുന്നുള്ളൂ. കാരണം നമ്മൾ ആദ്യം നട്ടതിനെക്കാട്ടി പെട്ടെന്ന് കിളിക്കുന്നൊരു ചെടിയാണിത്. അപ്പം ഒരെണ്ണേ നമ്മൾ വെച്ച് കൊടുക്കുന്നുള്ളൂ. അങ്ങനെ അതെല്ലാം സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ഡയറക്റ്റ് നമ്മൾ വെള്ളം നിറയ്ക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു മറ്റേ ഷീറ്റിൻ്റെ ഒരു പീസ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെള്ളം ഇങ്ങനെ നമ്മുടെ ആ ഒരു മണ്ണ് കലങ്ങാത്ത രീതിയിൽ നമ്മൾ വെള്ളം നിറച്ച് കൊടുക്കുവാണ്. എന്തായാലും ഇതിൽ വെള്ളം ഫുള്ള് നിറച്ചിട്ട് വേണം നമ്മുടെ മീനുകളെല്ലാം തിരിച്ച് ഇതിലേക്ക് റിലീസ് ചെയ്ത് വിടാൻ. അങ്ങനെ എന്തായാലും കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ആ ഒരു ടാങ്കിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗപ്പികളെ തിരിച്ച് അതിലേക്ക് നമുക്ക് ഇറക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു പിടിച്ചിരുന്ന ഗപ്പികളെല്ലാം തന്നെ ഈ ഒരു ബക്കറ്റ് സേഫായിട്ടുണ്ട്. അപ്പോൾ അതെ നമ്മൾ വെള്ളം നിറച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് അവരെ അങ്ങോട്ട് ഇറക്കി വിടാം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലാണ് ഞാൻ ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിനകത്ത് ഗപ്പികളെ വളർത്താൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ആ ഒരു ടൈമിലാണെങ്കിൽ ഞാനിതിൽ കുറച്ച് 100 രൂപയ്ക്കോ 200 രൂപയ്ക്കോ അല്ലെങ്കിൽ കുറച്ച് ഒരു ഗപ്പികളെ കൊണ്ടിടും. പിന്നെ അത് ബ്രീഡായി ഒരുപാടധികം ആകുമ്പോഴത്തേക്കും അത് പിന്നെ ഈ ഒരു ടാങ്കിൽ ഇങ്ങനെ കിടക്കും. ഞാൻ ജസ്റ്റ് ഇടയ്ക്ക് വന്ന് നോക്കിയില്ലെങ്കിൽ പോലും അത് നമ്മൾ പ്രത്യേകിച്ച് ഫുഡ് കൊടുത്തില്ലെങ്കിലും ഇവർ ഈ ഒരു മീനുകൾ പെട്ടെന്ന് അങ്ങ് സർവൈവ് ചെയ്ത് പൊക്കോളും. അപ്പം കുറേ കാലം നോക്കാതെ വന്ന് നമ്മളിപ്പം ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ആ ഒരു ടാങ്ക് കാണുമ്പോൾ അറിയാം നമ്മളധികം ആ ഒരു ടാങ്കിൻ്റെ അടുത്തേക്ക് നമ്മൾ വരാറില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ റീസ്റ്റോർ ചെയ്തപ്പോൾ നമുക്ക് അതിൽ കണ്ട ഗപ്പികളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഞാൻ ഈ ഇറക്കി വിടുന്നതും. അപ്പോൾ ആ ഒരു ഗപ്പികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു ടൈമിൽ ഇട്ട് ഇങ്ങനെ വളർത്തി നമ്മുടെ കയ്യിലുള്ളൊരു സാധനമാണ്. ഞാൻ ജസ്റ്റ് നെറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാണോ നോക്കും. കാരണം അധികം കൊക്ക് പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മീനുകളെല്ലാം പോകും. അപ്പോൾ പിന്നെ നെറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ കയ്യിലുള്ള ഒരു സാധനമാണ് ഈ ഒരു ഗപ്പി. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഇപ്പം ആ ഒരു ആൽഗെ കാര്യങ്ങളൊക്കെ ഒരുപാടാകുമ്പോഴത്തേക്കും അതൊന്ന് റീസെറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് ഇങ്ങനെ കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഉടനെ തന്നെ ഒരു ടൈം കണ്ടെത്തി അത് ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്തായാലും നമുക്കത് ഫുള്ളൊന്ന് റീസെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റി. നമ്മുടെ കയ്യിലുള്ളിടത്തോളം കാലം നമ്മൾ ഈ ഒരു മീനെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. എന്തായാലും നമ്മൾ അവർക്ക് ടാങ്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഫുള്ള് നെറ്റ് കവർ ചെയ്ത് പിന്നെ നമുക്കിത് ക്ലോസ് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ ടൈം കിട്ടുമ്പോഴത്തേക്കും നമ്മൾ ചെന്ന് ഫുഡൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ എപ്പോഴും നമുക്കങ്ങനെ ടൈം കിട്ടാറില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എന്തായാലും നമ്മൾ ടാങ്ക് ഫുള്ള് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫിഷും ഹാപ്പി, നമ്മളും ഹാപ്പി. എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ.